നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവരും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സിൻ്റെ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മൾ നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഒരു ഷെയർ ചെയ്യുന്ന ലെവൽസ് അനലൈസിസ് എല്ലാം നമ്മുടെ ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ നമ്മുടെ അനാലിസിസ് കിടക്കാം. ചാർട്ട് അനാലിസിസ് നമ്മുടെ ഫസ്റ്റ് നിഫ്റ്റിയാണ്. നിഫ്റ്റി ഞാൻ ഇന്നലെ ആക്ച്വലി റീൽസ് കൂടി ഉണ്ടാക്കി ഷെയർ ചെയ്തായിരുന്നു. സോ ഓവറോൾ ഈ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക്നെസ് തന്നെയാണ് സ്ട്രക്ചറിൽ ഞാൻ ആക്ച്വലി ഇന്നലെ ഒരു നമ്മുടെ അനലൈസിസിൽ ഒരു ഇത് പറയാൻ വിട്ടുപോയി. മീൻസ് സ്ട്രക്ചറിൽ നമ്മൾ 1 2 3 4 5 അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മീൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിച്ചത് ഇത്ര ദിവസമായിട്ട്. സ്ട്രക്ചറിൽ നമ്മൾ ആക്ച്വലി 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ബേസിക്കാണ്. ബട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അനാലിസിസിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ ABNC. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ റെഗുലർ വ്യൂവിനാണ് ടെൽമ ചെയ്യാനും ചോദിച്ചായിരുന്നു ABC എന്താണ്, WXYZ എന്താണ്. ആക്ച്വലി അതിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. അതിലേക്ക് ഞാൻ മീൻസ് നമ്മൾ ഇതുവരെ വേവ്സിലല്ലേ ആകെ കിടക്കണുള്ളൂ. ഈ വേവ്സിൻ്റെ 1 2 3 4 5 വന്നിട്ടില്ല. എന്നിട്ടാണ് പിന്നെ ബാക്കി കറക്ഷൻസിലേക്ക് നമ്മൾ വരുള്ളൂ. ഓക്കെ, അതൊക്കെ അത് എന്ന് വെച്ചാൽ കറക്ഷൻസ് ആണ്. അത് ഒത്തിരി കഴിഞ്ഞുള്ള ഡിസ്കഷനാണ്. ബട്ട് നമ്മൾ അതങ്ങനെയാണ് നമ്മൾ നമ്മൾ ചെയ്യാറുള്ളൂ, റീഡ് ചെയ്യാറുള്ളൂ ചാർട്ട് അങ്ങനെയാണ്. അതാണ് കുറച്ചുകൂടി ഈസി ആയിരിക്കും, ബെറ്റർ ആയിരിക്കും, ആൻഡ് ക്ലിയറിറ്റി കുറച്ചുകൂടി ബെറ്റർ ക്ലിയറിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനുള്ളൂ. ഇത് A, ഓക്കെ, ദെൻ B ആൻഡ് C കഴിഞ്ഞാൽ താഴേക്ക് വരുന്നത് പിന്നെ X ആയിരിക്കും. X എന്ന് പറഞ്ഞാൽ കറക്ഷൻ. സോ 1 2 3 4 5 അല്ല, ABC വെച്ചിട്ടാണ്. ഓക്കെ, സോ ABC വെച്ചിട്ട് നമ്മുടെ ഇങ്ങനെ ഒരു പ്രൈസ് ഇപ്പോൾ പോയി. ദെൻ വരുന്നത് X, ദാറ്റ് മീൻസ് കറക്ഷൻ തന്നെയാണ്. പിന്നെ 4 നമ്മുടെ ഫോർത്ത് വേവ് ഒന്ന് നോക്കിയല്ലോ. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 2 3 ആൻഡ് 4 കറക്ഷൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും കറക്ഷൻ തന്നെയാണ്, ബട്ട് ബെറ്റർ റീഡ് ചെയ്യാൻ പറ്റിയതാണ് ABC ആണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, സോ ഇനി നമുക്ക് അതൊക്കെ എല്ലാം പോട്ടെ. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈസ് എക്സാക്റ്റ് നമ്മുടെ 81.20% വന്നിട്ടുണ്ട്. ഓക്കെ, എക്സാക്റ്റ് 81.20% വന്നിട്ടുണ്ട്. കറക്റ്റ് അവിടെ നിന്നാണ് ഇപ്പോൾ സപ്പോർട്ട് 22,980 കറക്റ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു ആ ലെവൽ. ഇനി നാളത്തേക്ക് നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ ലെവൽ. ഓക്കെ, ബഫറിങ്ങിൽ ഒരു 5 to 10 പോയിൻറ്റ്സ് താഴേക്ക് വെച്ചോളൂ. ഓക്കെ, 22,970 എന്ന് വെച്ചോളൂ. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫർദർ നമുക്കാണ് ഫർദർ ഫോൾ കിട്ടത്തുള്ളൂ. ഈ ഒരു ഗ്രീൻ സപ്പോർട്ട്, ഓക്കെ, ഗ്രീൻ ഏരിയ സപ്പോർട്ടാണ്. സോ മറക്കണ്ട ഇത്. ആക്ച്വലി പിന്നെ നമ്മുടെ ഓവറോൾ സ്ട്രക്ചർ നമ്മളിപ്പോൾ ബോട്ടം ഈ സമയത്ത് ആക്ച്വലി നോക്കുവാണെങ്കിൽ ബോട്ടം വരെ നമ്മുടെ റിസ്കി സോണിലാണ് ഇപ്പോൾ ഈ സമയത്ത് കിടക്കണുള്ളൂ. ബോട്ടം വരെ നമ്മുടെ ഈ ഒരു ബോട്ടം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ബോട്ടം ഇനി ബ്രേക്ക് ആയാലും നമുക്ക് ഫർദർ താഴേക്ക് ഡൗൺ സൈഡ് കിട്ടും. ഓക്കെ, സോ നമുക്ക് രണ്ട് സൈഡ് റെഡി ആവണം. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. യൂഷ്വലി ഇവിടുന്ന് ഇത് നമ്മൾ ഫുൾ A കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി 1 hour ചാർട്ടിൽ 1 2 3 4 and 5 മൂവ്സ് കഴിഞ്ഞു. ദെൻ ഇത് ഫുൾ 1 hour ചാർട്ട് ബിഗർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ആൻഡ് സെക്കൻഡ് ആണ് ഇപ്പോൾ ഫോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ദെൻ തേർഡ് നമുക്ക് എവിടെ വരെ കിട്ടും, അത് അടിപൊളി മൂവായിരിക്കും നമുക്ക് കിട്ടാൻ. ബട്ട് വീണ്ടും ഞാൻ പറയണേ, നമ്മുടെ ഈ ലെവൽ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ. ഓക്കെ, സോ ബിഗർ ടൈം ഫ്രെയിം 1 hour ടൈമിൽ ഇന്ന് ഇത് ലോ ആണെങ്കിൽ സോ 127% ആണ് വരുന്നത്. കണ്ടോ, തേർഡ് വേവിൻ്റെ ഇൻ 1 hour ടൈം ഫ്രെയിമിൽ. ഓക്കെ, സോ രണ്ട് സൈഡ് ഇപ്പോൾ ഓപ്പൺ ആണ്, ടാർഗറ്റ്സ് രണ്ട് സൈഡിലേക്ക് ഓപ്പൺ ആണ്. കാരണം വെച്ചാൽ എക്സാക്ട് വന്നേക്കണേ ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, സോ ഇവിടുന്ന് ഇത് ബ്രേക്കായ ഫുർദർ ഡൗൺ സൈഡ് ഉണ്ടാകും. ഓക്കെ, സപ്പോർട്ട് ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യാതെ സപ്പോർട്ടിന് മുകളിലേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നമുക്ക് തേർഡ് വേവിൽ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ തേർഡ് വേവിൽ നമുക്ക് എൻറ്റേർഡ് ആയി ആൻഡ് വി ക്യാൻ സീ ബിഗ് ടാർഗറ്റ്സ്. ഓക്കെ, ഇനി ബാക്കി എനിക്ക് ഇതിനകത്തൊന്നും പറയാം. ബാക്കി ലെവൽസ് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് വരാം. ബിഗർ ടൈം ഫ്രെയിം ഇപ്പോൾ ക്ലിയർ ആയല്ലോ. സോ നമ്മുടെ ഓവറോൾ നമ്മുടെ ലെവലായിരിക്കും ഈ ഒരു ലോ ആയിരിക്കും SL. ഓക്കെ, അത് ഞാൻ യെല്ലോ ആക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 20,000. സോ ഇതിൻ്റെ ശരിക്കും പ്രൈസ് ഇതിൻ്റെ ബിലോ വന്നു കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നാളെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 22,970 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ബട്ട് ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഡബിൾ ബോട്ടം കൊണ്ടാക്കി കയറാനുള്ള അതാണെങ്കിൽ ഓക്കെ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ ഫോൾ ഉണ്ടാകും എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മൾ
അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് 127%, ദാറ്റ് മീൻ 22,520. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഓക്കെ, സോ അങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ 22,520 വരെ ഓപ്പൺ ആയിരിക്കും ടാർഗറ്റ്. സോ ഈ 22,000 ഈ ലോ അടിച്ച 22,800 ബ്രേക്ക് ചെയ്യാൻ ഫർദർ 300 പോയിൻറ്റ്സ് കൂടി നമുക്ക് താഴേക്ക് കിട്ടും. അത് നമ്മുടെ കയ്യിലല്ല, ആരുടെ കയ്യിലാണ്? ഓപ്പറേറ്റേഴ്സ് ആൻഡ് FIs, ബിഗ് പ്ലേയേഴ്സിൻ്റെ കയ്യിലാണ് അതൊക്കെ എല്ലാം ഉള്ളത്. ഓക്കെ, എന്തായാലും നമ്മൾ ഇവിടെ ഒരു ക്യാച്ച് ചെയ്ത ബോട്ടം 1000 പോയിൻറ്റ്സിൻ്റെ റേലിയാണ്. സോ വീണ്ടും താഴേക്ക് വരുന്നു. അത്രയ്ക്ക് കറക്ഷൻ 1000 പോയിൻറ്റ്സ് മുകളിലേക്ക് കയറിയിട്ട് വീണ്ടും 800 പോയിൻറ്റ്സ് പ്രൈസ് വീണ്ടും കറക്റ്റ് ആവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ബോട്ട് സൈഡിൻ്റെ ഒരു ഇത് പറയാൻ നിങ്ങളുടെ അടുത്ത് ഒരു മടി കാണിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ രണ്ട് സൈഡിന് വേണ്ടി റെഡി ആവണം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി വേഗം സ്മോൾ ടൈം ഫ്രെയിമിൽ വരാം. സ്മോൾ ടൈം ഫ്രെയിമിൽ ഇന്നത്തെ ലോ, അത് തന്നെ ഇന്നത്തെ ലോ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും 22,970 ആക്കി കേട്ടോ അത്. ഓക്കെ, കിട്ടും. പിന്നെ ഒരു OB വരുന്നുണ്ട്. നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കണമെങ്കിൽ ഇവിടെ ഓർഡർ ബ്ലോക്കാണ്. ഈ റെഡ് ഇത് കണ്ടോ, ഓർഡർ ബ്ലോക്കാണ്. റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ OB നമ്മൾ പണ്ടേ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതെ. സോ ആ ഒരു ലെവൽ വരുന്നത് 22,830 ആണ് സപ്പോർട്ടായിട്ട്. ഓക്കെ, സോ പ്രൈസ് ഇൻ കേസ് 22,970 ബ്രേക്ക് ചെയ്താൽ സ്ലോലി ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ ഇടയ്ക്ക് ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ഇത് 22,900 അതന്നെ 900 സംതിങ് തന്നെ വരുന്നുണ്ട്. ഇത് ഇവിടെ ഒരു സ്മോൾ OB ഉണ്ട്, ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അത് ശരി, സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ഓർഡർ ബ്ലോക്കാണ് കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. 20,910 ആക്കിക്കത്. യെസ്, 22,910. സോ 970 ബ്രേക്ക് ആയ 910 അതുകൂടി ബ്രേക്ക് ആയ 22,830 വരെ പ്രൈസ് പോകും. 22,788 ഈ ഒരു ലോ ബ്രേക്ക് ആയ ദെൻ ന്യൂ ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടും. ഓക്കെ, അതാണ്. പിന്നെ ഇനി സഡൻ ഒരു റെസിസ്റ്റൻസ് വരുന്നത് ഫസ്റ്റ് ഈ റെസിസ്റ്റൻസ് ഇത് തന്നെയാണ് 22,130 ആൻഡ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ റെസിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ഇതായിരിക്കും 22,240. ഇവിടുന്ന് സഡൻ ഒരു ഈ സെൽ ഓഫ് ഒന്നില്ലേ, അത് ആക്ച്വലി ഇന്നൊരു പാനിക് ന്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു സഡൻ ഒരു ഫോൾ അത് വന്നത്. ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, പ്രൈസ് ഇവിടെ 1 2 3 4 5 കഴിഞ്ഞിട്ട് ഇവിടെ ബൗൺസ് തന്നിട്ട് പിന്നെയാണ് കറക്റ്റ് ആവേണ്ടത്. ABC നേച്ചറിൽ കറക്റ്റ് ആവേണ്ടതാണ്. ബട്ട് അതായില്ല. കറക്റ്റ് 1 2 3 4 5 കറക്റ്റ് എക്സാക്ട്ലി ഇങ്ങനെ ബൗൺസർ അത്. സോ പാനിക് സെല്ലിങ് നമുക്കത് പറയാം. പാനിക് സെല്ലിങ്ങാണ്, നമുക്കത് കൂട്ടാം. ഓക്കെ, ബൗൺസ് തരാതെയാണ് അത് വന്നേക്കുന്നത്. അതാണ് ഒരു വലിയ പ്രശ്നം വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഡയറക്റ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ടല്ലോ, ചാൻസസ് കുറവായിരിക്കും. ഓക്കെ, സോ ഇൻ കേസ് നാളെ ബൗൺസ് വന്നാലും ഒരു കറക്ഷൻ ചിലപ്പോൾ വീണ്ടും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവും. അതാണ് ഇനി ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ആയതൊക്കെ. ഓക്കെ, സോ ഇത്രയായി. ഇനി സപ്പോർട്ട്സ് ഉണ്ട് ഇവിടെ താഴെ, ഈ ഒരു സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ടാണ് സപ്പോർട്ട് ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത്. OB വരെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓർഡർ ബ്ലോക്ക് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. റെഡി ആവുക എന്ന് വെച്ചാൽ ഹ്യൂജ് നമ്മുടെ ഡൗൺ സൈഡ് എന്തായാലും ഇല്ല. അപ്പോൾ കറക്റ്റീവ് വേവ് ആയിരിക്കും ഇത് ആക്ച്വലി കറക്റ്റീവ് വേവ്. അപ്പോൾ 127% ഞാൻ കാണിച്ചിട്ടുണ്ട്. 22,500 നിയർ അത്ര വരെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, ഇൻ കേസ് അങ്ങനെ വന്നാൽ. ഓക്കെ, ഞാൻ ഇവിടുന്ന് അപ്പ് സൈഡ് തന്നെ നോക്കുകയുള്ളൂ. ബട്ട് ആക്ച്വലി 1 ഡേ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്ര ബിഗ് റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, ഹ്യൂജ് റെഡ് ക്യാൻഡിൽസ് ആണ്. സോ നാളെ നമ്മൾ ക്യാൻഡിൽസ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രം ടോപ്പ് എത്രയാണ്? 1 2 3 4 5 റെഡ് ക്യാൻഡിൽസ് ആണല്ലോ. ഓക്കെ, സോ മേ ബി ഇവിടെ ഒരു ഒരു ഗ്രീൻ ക്യാൻഡിൽ, സ്മോൾ ഗ്രീൻ ക്യാൻഡിൽ വരേണ്ടതാണ്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും ആ പാറ്റേൺ. സോ ആ പോസ് ക്യാൻഡിലിൽ ഡിപ്പെൻഡ് ആയിരിക്കും ഫർദർ അപ്പ് സൈഡ് ഓർ ഡൗൺ സൈഡ് എങ്ങനെയാണെന്ന്. ഓക്കെ, നാളെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഹോൾഡ് ചെയ്തില്ലെങ്കിലാണ് നാളെ ഒന്നുകൂടി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ക്ലാരിറ്റി കിട്ടും. സോ ഇത്രയും വലിയ റെഡ് ക്യാൻഡിൽ അവിടെ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഞാനും ആക്ച്വലി ഇവിടെ വരെ ഹോൾഡാണ് ഉദ്ദേശിച്ചത്. ഹോൾഡ് ആൻഡ് ദെൻ ബൗൺസ് ആൻഡ് ദെൻ ഫോൾ. ഓക്കെ, ബട്ട് ഇത് ഒരു ബാക്ക് ടു ബാക്ക് റെഡ് ക്യാൻഡിൽസ് അങ്ങനെ വന്നു. പിന്നെ 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു പോസ് എടുത്ത് എങ്ങനെയാണ്, ബട്ട് അത് ബൗൺസ് അല്ല, പോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് പറയാം. കണ്ടോ, ലാസ്റ്റ് ഹവറിൽ 2 ആ സെല്ലിങ് ജസ്റ്റ് ഒന്ന് പോസ് മാത്രമേ ഉള്ളൂ. ഓക്കെ,
ഓക്കെ, ഒത്തിരി ഡിസ്കഷനായി. ഇനി നമുക്ക് വേഗം ബാങ്ക് നിഫ്റ്റി കിടക്കാം. ബാങ്ക് നിഫ്റ്റി ഇത് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ തന്നെയാണ്. ഇത് കണ്ടോ, ബാങ്ക് നിഫ്റ്റി എക്സ്പാൻഡിങ് ട്രയാങ്കിൾ തന്നെയാണ്, ഇങ്ങനെ കിടക്കണുള്ളൂ. എന്തായാലും അത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഡിസ്കഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ 1, 2, 3 and 4 കറക്റ്റീവ് അത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. ബാറ്ററി ഫർദർ ചെറിയൊരു ഡൗൺ സൈഡ് കൂടി ബാങ്ക് നിഫ്റ്റിയിൽ കാണാം, നമുക്ക് കിട്ടുമായിരിക്കും ഫ്രം ടോപ്പ് ടു ദിസ് ബോട്ടം. സോ അറൗണ്ട് 48,910 വരെ ബാങ്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് സപ്പോർട്ടാണ് ഇത് വരുന്നത്. ഇതുവരെ ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തതിന് പിന്നെ ചിലപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ആ ഒരു സപ്പോർട്ട് വരുന്നത്, സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ടും കൂടി നാളെ ആ പോസ് സ്റ്റോപ്പ് ചെയ്ത് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് 48,910 ആ ഒരു ഏരിയ റെസ്പെക്റ്റ് ചെയ്യണം. അവിടെ നിന്ന് അതിൻ്റെ ബില്ല് പോകാൻ പാടില്ല, 48,900 ഈ ഒരു ഏരിയ. ഓക്കെ, കാരണം 1 hour സ്ട്രക്ചറിൽ ബാങ്ക് നിഫ്റ്റി കറക്റ്റീവ് കഴിഞ്ഞു. 1, 2, 3, 4ലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്, അതന്നെ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ ശരിക്കും ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല, 48,900. ഇത് റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. 2 ഇൻഡെക്സ് ഒരുമിച്ച് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കേട്ടോ. സോ ബാങ്ക് നിഫ്റ്റിയിൽ ബാക്കി ഫർദർ ഔട്ട് സൈഡ് ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ വരാം. 15 minutes ടൈം ഫ്രെയിമിലേക്ക് വരാം. റെസിസ്റ്റൻസ് ഫസ്റ്റ് ഇതാണ് 49,600. ഓക്കെ, ഇത് നമ്പർ റെഡാക്കി മാർക്ക് ചെയ്യുക. ആൻഡ് ബിലോ ഇന്നത്തെ ഈ ലോ ബിലോ മാത്രമേ ഫർദർ ഫോളോ ഉള്ളൂ, അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ വെറുതെ ടൈം പാസ് ആയിരിക്കുള്ളൂ. ഓക്കെ, ആൻഡ് പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു ഏരിയ 49,000, 50,000 തന്നെ കൂട്ടിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ പറയാനുള്ളത്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫർദർ ഡൗൺ സൈഡ് ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആണ് ദെൻ നിഫ്റ്റി. കാരണം ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4ലേക്കാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുത്ത് ബാങ്ക് നിഫ്റ്റി 5th കയറേണ്ടതാണ്. നിഫ്റ്റി നമ്മുടെ കറക്റ്റ് വേവ് ഓർ ബിഗർ ടൈം ഫ്രെയിമിൽ സെക്കൻഡ് വേവിലാണ് വന്നിങ്ങനെ. ഓക്കെ, സോ ശ്രദ്ധിക്കുക അതൊക്കെയെല്ലാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തേക്കാം, നമ്മുടെ ഇതിൽ യൂട്യൂബ് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. സെൻസെക്സ് എക്സാക്ട് നമ്മുടെ നിഫ്റ്റി പോലെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 1, 2, 3 A and B കറക്ഷനാണ് വന്നേക്കുന്നത്. ബിഗർ ടൈം ഫ്രെയിമിൽ സെൻസെക്സിൽ ഫെബ്രുവരി ട്രേസ്മെൻറ്റ് എടുക്കാം ഫ്രം ടോപ്പ് ടു ബോട്ടം. ചെറിയൊരു ഗ്യാപ്പ് കൂടിയുള്ളൂ, 70,940. യെസ്, ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് കയറേണ്ടതാണ് സെൻസെക്സ് നമ്മൾ. പിന്നെ ഞാൻ പറയാം, ഒരു റൂൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാനുള്ളതാണ് വേവ്സിൻ്റെ. ഞാൻ ആക്ച്വലി ഇങ്ങനെ ജസ്റ്റ് ഓർക്കുമ്പോഴാണ് ഞാനതൊക്കെ എല്ലാം ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോവുകയാണ്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട് വരുന്നത് 77,390. ഓക്കെ, സോ 76,895 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാലാണ് നെക്സ്റ്റ് അപ്പുറത്തേക്ക് പോവുകയുള്ളൂ കേട്ടോ. സോറി, ഓക്കെ, അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഇടയിലെങ്കിൽ ടൈം പാസ് ആയിരിക്കുള്ളൂ. ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ വരുന്നത് 75,950 ബ്രേക്ക് ചെയ്താൽ പിന്നെ വരുന്നത് ആ ഗ്യാപ്പ് തന്നെയാണ്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. അവിടെ ചെറിയൊരു OB വരുന്നത്, ഓർഡർ ബ്ലോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഓർഡർ ബ്ലോക്ക്, അതാണ് OB വരുന്നത്. ഇതൊക്കെ സപ്പോർട്ട്സാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് നിഫ്റ്റിയിലാണ് ഒരു റൂള്. നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ആക്ച്വലി ഇത് ബിഗർ ടൈം ഫ്രെയിമിൽ സെക്കൻഡ് വേവ് ആണെങ്കിൽ ഓക്കെ 1 and 2 ആക്ച്വലി അങ്ങനെയാണെങ്കിൽ ശരിക്കും 81.20% ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. അത് പ്രോപ്പർലി അത് റെസ്പെക്റ്റ് ചെയ്യണം. അത് ഇന്നങ്ങനെ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇനി നാളെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത് കണ്ടോ, നമ്മൾ കറക്റ്റ് ഇന്നത്തെ ലോ ഓവറോൾ 22,700. ഓക്കെ, യെസ്, ഇത് കണ്ടോ, ഇവിടെ ചെറിയൊരു പോയിന്റ് മിസ്സായിട്ടുണ്ട് ഈ ഒരു ലോ.
ഈ ഒരു ലോ ഇന്ന് ചെറിയൊരു പോയിന്റ് മിസ്സായിട്ടുണ്ട്. ഒരു 5 പോയിന്റ് സംതിങ് 5 or 6 പോയിന്റ്സ് എന്തോ മിസ്സായിട്ടുണ്ട് ഇത്. സോ ആക്ച്വലി അതിൻ്റെ റൂൾ അങ്ങനെയാണ്. സെക്കൻഡ് വേവ് ആണെങ്കിൽ അത് ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ സെക്കൻഡ് ഇവിടെ ബുള്ളിഷ് ഡൈവർജൻസ് ഉണ്ടാവണം. അത് ഇന്ന് 5 minute ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ഡൈവർജൻസ് തന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ RSI നോക്കുവാണെങ്കിൽ കണ്ട ഡൈവർജൻസ് ഇവിടെ പ്രൈസ് താഴേക്കാണ്. ആൻഡ് RSI നോക്കുകയാണെങ്കിൽ ഡൈവർജൻസ് മുകളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഡൈവർജൻസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കാണുവാണെങ്കിൽ 2 ടൈപ്പ് ഡൈവർജൻസ് ഉണ്ട്. നമ്മുടെ ബുള്ളിഷ് ഡൈവർജൻസ് ആൻഡ് ബിയറിഷ്, ആ 2 ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. സോ അത് മസ്റ്റായിട്ട് കാണണം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു റൂളാണ് സെക്കൻഡ് വേവിൽ. ഫസ്റ്റ് ഇത് ടച്ച് ചെയ്യാൻ പാടില്ല ആവല്ലോ, എക്സാക്ട്ലി 81.20. ആൻഡ് സെക്കൻഡ് ഡൈവർജൻസ് ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണ് ഞാനിത് ഷെയർ ചെയ്തേക്കാനാണ്. നാളെ എങ്ങനെയാണ് നമുക്ക് അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാം.